നമസ്കാരം. പ്രധാന വാർത്തകളിലേക്ക്. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവ പ്രദേശത്ത് വിപുലമായ മനുഷ്യവാസ കേന്ദ്രം സ്ഥാപിക്കാനുള്ള ബൃഹത് പദ്ധതികൾ അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ദീർഘകാലാടിസ്ഥാനത്തിലുള്ള ചന്ദ്രപര്യവേക്ഷണങ്ങൾക്കും ഭാവിയിൽ ചൊവ്വയിലേക്കുള്ള മനുഷ്യന്റെ യാത്രകൾക്കും ഈ സംരംഭം വലിയൊരു അടിത്തറയൊരുക്കുമെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. നാസയുടെ അഭിമാനകരമായ ആർടെമിസ് ദൗത്യത്തിന്റെ ഭാഗമായി 2030കളോടെ ഘട്ടംഘട്ടമായാണ് ഈ മൂൺ ബേസിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുക. ഇനി എന്തുകൊണ്ടാണ് ദക്ഷിണ ധ്രുവത്തെ ഈ ദൗത്യത്തിനായി ശാസ്ത്രജ്ഞർ തെരഞ്ഞെടുത്തത് എന്ന് നോക്കാം. അതിനു പിന്നിൽ വ്യക്തമായ ചില ശാസ്ത്രീയ കാരണങ്ങളുണ്ട്. സൂര്യപ്രകാശം നേരിട്ട് ലഭിക്കാത്ത ചന്ദ്രനിലെ ആഴമേറിയ ഗർത്തങ്ങളിൽ വൻതോതിൽ ജലഹിമം ശേഖരിക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് ഗവേഷകരുടെ കണ്ടെത്തൽ. ചിലയിടങ്ങളിൽ ഉപരിതല വസ്തുക്കളിൽ 20% ഐസ് സാന്നിധ്യമുണ്ടാകാമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഈ ജലഹിമം ഭാവിയിൽ മനുഷ്യന് ചന്ദ്രനിൽ ജീവിക്കാൻ ഏറെ സഹായകരമാകുമെന്നാണ് കരുതപ്പെടുന്നത്. കൂടുതൽ ശാസ്ത്രവാർത്തകൾക്കും പുതിയ അപ്ഡേറ്റുകൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വാർത്തകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ കൂടെ കൂട്ടിക്കോളൂ.